ജപ്പാനിൽ അപൂർവവും അപകടകാരിയുമായ ബാക്ടീരിയൽ അണുബാധ പടരുന്നതായി റിപ്പോർട്ടുകൾ. രോഗബാധിതർ 1000-നടുത്ത് വർദ്ധിച്ച സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം. മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയാണിത്. ചർമ്മത്തിന് താഴെയുള്ള കോശങ്ങളിൽ അണുബാധ ഉണ്ടാക്കുകയാണ് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ ചെയ്യുന്നത്. കൊഴുപ്പ്, പേശികൾ, ചർമ്മം എന്നിവയെ നശിപ്പിക്കുന്ന ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയൽ അണുബാധയായതുകൊണ്ടാണ് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. രക്തപ്രവാഹം കുറയുന്നത് മൂലം കോശങ്ങൾ വേഗത്തിൽ നശിക്കും. ഇത് രോഗിയുടെ ആരോഗ്യനില ഗുരുതരമാക്കും. മുറിവിലൂടെയും മറ്റുമാണ് ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കെടുത്താൽ 977 STSS കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ 941 രോഗികൾ എന്ന നിരക്കിനെ ഇതിനകം തന്നെ മറികടക്കുകയും ചെയ്തുവെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെഷ്യസ് ഡിസീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തേതിലും കൂടുതൽ കേസുകൾ പടരുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധർ ആശങ്ക രേഖപ്പെടുത്തിയത്. സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് എ വിഭാഗം ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമിന് കാരണമാകുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരാനുള്ള സാധ്യത കുറവാണ്. പ്രായം കൂടിയവർ അപകട സാധ്യതാ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് എ വിഭാഗം 50 വയസ്സിന് താഴെയുള്ളവരിലും മരണസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെഷ്യസ് ഡിസീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ജൂലൈ മുതൽ ഡിസംബർ വരെ രോഗം സ്ഥിരീകരിച്ച 50 വയസ്സിന് താഴെയുള്ള 65 പേരിൽ 21 പേരും മരണപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പനി, വിറയൽ, പേശിവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് ആരംഭിക്കുക. 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം കുറയാനും ആന്തരിക അവയവങ്ങൾ തകരാറിലാവാനും ഉയർന്ന ഹൃദയമിടിപ്പിനും ശ്വാസനിരക്കിനും കാരണമാകാം. 50 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ മരണസാധ്യതയും കൂടുതലാണ്. നേരത്തെ കണ്ടെത്തിയ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നത് സങ്കീർണ അവസ്ഥയിലേക്ക് പോകുന്നത് തടയാനാകും. എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുക? കോവിഡിന് സമാനമായി സ്രവങ്ങളിലൂടെയും സ്പർശനങ്ങളിലൂടെയും ഒക്കെയാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധകളും പകരുന്നത്. കൈകാലുകളിലെ മുറിവുകളിലൂടെയും ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കാം. ശുചിത്വം കാക്കുക എന്നതാണ് STSSനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം. കൈകൾ ഇടയ്ക്കിടെ കഴുകുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മുഖം മറയ്ക്കുക തുടങ്ങിയവ പ്രധാനമാണ്. മുറിവുകളെ പ്രത്യേകം കരുതലോടെ നോക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടുകയും ചെയ്യുക. എങ്ങനെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് എന്ന് നോക്കാം. പല വിധത്തിലുള്ള ടെസ്റ്റുകൾക്കൊടുവിലാണ് STSS സ്ഥിരീകരിക്കുക. ഇതിൽ ഗ്രൂപ്പ് എ സ്ട്രെപ്പ് ബാക്ടീരിയകളുടെ സാന്നിധ്യവും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും പരിശോധിക്കാനുള്ള രക്തപരിശോധന നടത്തും. കുറഞ്ഞ രക്തസമ്മർദ്ദവും 2 അതിലധികമോ ആന്തരിക അവയവങ്ങളുടെ തകരാറും ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയാൽ രോഗസ്ഥിരീകരണം നടത്തും. എന്താണ് ഇതിനുള്ള ചികിത്സ? ബാക്ടീരിയയെ ഇല്ലാതാക്കാനുള്ള ആന്റിബയോട്ടിക് ചികിത്സയുൾപ്പെടെയാണ് നൽകുക. രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കാനും അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുമുള്ള മരുന്നുകൾ നൽകും. ഗുരുതരമായ കേസുകളിൽ അണുബാധ ബാധിച്ച കോശങ്ങൾ നീക്കം ചെയ്യുകയും സങ്കീർണാവസ്ഥ തടയുകയും ചെയ്യും.